ഗായ്സ്, അപ്പോൾ ഇന്ന് സഞ്ചാരി എത്തിയിട്ടുള്ളത് ഷാർജയിലെ ഒരു പ്ലേസ് കാണിച്ചു തരാം, സ്ഥലം കാണിച്ചു തരാം. ഇവിടെയാണ് മനോഹര അടിപൊളി നല്ല പാർക്കിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. കൊച്ചു കുട്ടികൾക്കുള്ള ഫാമിലീസിനൊക്കെ പറ്റിയ പാർക്കും. ഈ സൈഡിലൊരു ചെറിയ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു ചിൽഡ്രൻ പാർക്കുണ്ട്. പിന്നെ വിശാലമായിട്ട് നടക്കാനുള്ള സൗകര്യം, ഒരുപാട് ഏരിയയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു സംഭവം, ബഹുലമായ ഹൗസ് ഓഫ് വിസ്ഡം കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്തൂപം കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു പാർക്ക്. ഇത് വന്നിട്ട് ലൊക്കേഷൻ നമ്മളെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ്, നാഷണൽ പാർക്കിൻ്റെ കുറച്ച് മുന്നായിട്ട്. അറബ് കൾച്ചറൽ വലിയൊരു സംഭവമാണ് ഇതിൻ്റെ സ്തൂപം. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഇത് ഇവിടെ പൂവുകളും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള നല്ല സെറ്റപ്പ് സ്ഥലം. കട്ട പതിച്ച് കയാന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഉള്ളിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ അവിടെ തിമിർക്കൽ തുടങ്ങിയാണ്. നമ്മളെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നമ്മളെ പ്രേക്ഷകർക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ വൈദവായി പറഞ്ഞു തരുന്ന മാതിരി ഓക്കെ. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സ്തൂപം ഉണ്ടെന്ന്. ഷാർജ അറബ് കൾച്ചറൽ ക്യാപിറ്റൽ മൂമെൻറ്റ്സ് ഇൻ 1998 ഒരു സെറ്റപ്പാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വിശാലമായ പുൽത്തകിടിയും ഒരു ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ ഉള്ള എത്രയോ ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ഥലം പുല്ല് വെച്ച് പിടിപ്പിച്ച് അത് നനച്ച് സെറ്റാക്കി കൊണ്ടുനടക്കണം. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ രണ്ട് സൈഡിലും. ഈ ആ സൈഡും ഈ സൈഡും എല്ലാ സൈഡിലും എന്ന് തന്നെ പറയാം, കംപ്ലീറ്റ് റോഡുകളാണ്. തിരക്ക് പിടിച്ച റോഡുകൾക്ക് നടുവിൽ ശാന്തസുന്ദരമായ ഒരു പാർക്ക്, അല്ലെങ്കിൽ ഷാർജ അറബ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുള്ള ഈ സംഭവം. എന്താ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ ശരിക്കുണ്ട് അതിൻ്റെ വലിപ്പവും കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളുന്നില്ല, എങ്കിലും സംഭവമാണ് സംഗതി. അപ്പോൾ സഞ്ചാരം തുടർന്നു കൊണ്ടേയിരിക്കുക, കിട്ടുന്ന ഓരോ യാത്രയും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വരുന്ന സൺഡേ നമ്മുടെ നാട്ടിൽ തിരൂർ കോരങ്ങത്ത് മുനിസിപ്പൽ സമുച്ചയത്തിൽ വെച്ച് നടക്കുന്ന റെയിൻബോ ഗ്രൂപ്പിൻ്റെ വാർഷികത്തിൽ 16ാം മഹാവാർഷികത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ചങ്ക് ബ്രോസിനും ഷാർജയിൽ നിന്നും CPയുടെ ആശീർവാദനങ്ങളും അഭിനന്ദനങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി പരിപാടി അയച്ച് പൊളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഷാർജ അറബ് കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ആ ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ അതിന് എഴുതിയിട്ടുള്ള സംഗതികളൊക്കെ നോക്കാം. അതിൻ്റെ സ്റ്റെപ്പുകളാണിത്, ഗ്രാനൈറ്റ് കൊണ്ട് സെറ്റാക്കിയിട്ടുള്ള അതിൻ്റെ ചുറ്റുഭാഗങ്ങൾ. ഇതിനോടനുബന്ധിച്ച് ഇവിടുന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് സംഭവം. ഇതിന് ചുറ്റും പച്ചപ്പ് പിടിച്ച് നിർത്തിയുള്ള അതിൻ്റെ സൈഡിൽ പാർക്കിംഗ്, ഒരു പിന്നെ കുട്ടികളെ പാർക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടി കയറേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള ഫലകം ഒന്ന് നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഷാർജ ദ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് അറബ് വേൾഡ് ഫോർ ദ ഇയർ 1998. വെൽക്കം മിസ്റ്റർ കൊഞ്ചിരിയോ മസൂത്താറ, ഡയറക്ടർ ജനറൽ ഓഫ് UNESCO. One of the occasion of his visit Sharjah Emirates on Tuesday 5th Zilhijjah Al-Hajj 1421 20th March 2001. അതിൻ്റെ ഓർമ്മക്കായിട്ടുള്ള ഒരു ഫലകവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റി. ഇനി അപ്പുറത്തൊരു ഫലകം കൊണ്ടിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് അത് കംപ്ലീറ്റ് അറബിയാണ്. ഒരു ചെറിയ ഭാഗം മാത്രം ഉള്ളൂ മറ്റേ ഇംഗ്ലീഷ്. ഇവിടെ
ഫെഡറിക്കോ മേയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പാണ് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് രാത്രികൾക്കുള്ളതാണ്. ഇതിൻ്റെ മേലേക്ക് അടിക്കാനുള്ളതാവും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷാർജ അറബ് കൾച്ചറൽ ക്യാപിറ്റൽ മൂവ്മെൻറ്റ്സ് 98 എന്നുള്ള സംഭവം. ഇനി ഇങ്ങനെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുത്തനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നുള്ളൊരു വ്യൂ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല സെറ്റപ്പാട്ട സംഗതി, നല്ലൊരു വ്യൂ ആണ്. വിശാലമായ ഇതൊരു മൈതാനവും മറ്റും. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് വേറെ കൊടുത്തിട്ടുണ്ട്. വലിയ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയ സ്റ്റേജായിട്ട് ഇത് ഉപയോഗിക്കുക, വിശാലമായ. അതുപോലെ തന്നെ നമ്മുടെ സമദാനിൻ്റെ വയലൊക്കെ കോഴിക്കോട് വെച്ച് നടത്തുന്ന അതിനൊക്കെ പറ്റിയ ഒരു സംഭവമാണിത്. നാട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണിത്. നമുക്ക് നേരത്തെ കണ്ട അതേമാതിരി തന്നെ ഈ സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഫലകം ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ സൈഡിൽ യെസ് പ്രതീക്ഷിച്ച മാതിരി തന്നെ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു അതേ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതേമാതിരി അവിടെയുള്ള അതേമാതിരത്തെ ഫലകം കാര്യങ്ങളൊക്കെ എവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇത് അവിടുന്ന് കയറിയാൽ ഇവിടുന്ന് കയറിയാൽ ഒരേമാതിരത്തെ സെറ്റപ്പിൽ. ഇനി അവിടെ അങ്ങകലെ കുറച്ച് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂം ചെയ്തപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സൈഡും കൂടി നമ്മൾ പോകാൻ ബാക്കിയുണ്ട്. ആ സൈഡിലും കൂടി ഒന്ന് കറങ്ങും. സൂര്യൻ താഴ്ന്നു തുടങ്ങി. നമുക്ക് വാഹനങ്ങൾ കുതിച്ച് പായണത് അതിൻ്റെ സൈഡിൽ ഉള്ള പച്ചപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെയാണ്, രണ്ട് തട്ടായിട്ടാണ് ഇത് ഗ്രാനൈറ്റിൽ പൊതിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പടിയും കൊടുത്തിട്ടുണ്ട്. നൂർ ലേക്ക്, തിരൂർ നൂർ ലേക്കിൽ കിടന്ന് ആടിയുന്ന ആൾ ഇതാ ഇപ്പോൾ ഇവിടെ ഷാർജയിലെ ഒരു വട്ട ഊഞ്ഞാലയിൽ കിടന്ന് ആടുകയാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ് ഏരിയ എന്നുള്ള അതിൻ്റെ ഊഞ്ഞാലാടുന്ന സ്ഥലം ഈ പാർക്കിലെ ഒരു ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ആടുകയാണ്. സെറ്റപ്പ് ഊഞ്ഞാല കെട്ടിണ്ടാക്കിയാണ്. എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് അതാ, എയർ ഇന്ത്യ എയർ അറേബ്യ പറക്കുന്നതിൻ്റെ തൊട്ട താഴത്തിരുന്നിട്ടാണ് ഇവനിങ്ങനെ ഊഞ്ഞാലാടി. അങ്ങനെ വിമാനം നോക്കാം, വിമാനം കണ്ടില്ല? സഞ്ചാരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് ഷാർജയിലെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളുമെല്ലാമുള്ള ഒരു വിശാലമായ ഒരു ഏരിയ ഉള്ള ഒരു സ്ഥലത്താണ്. അതിൻ്റെ പാർക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായ ചെടികളും അതുപോലെ തന്നെ സൈഡിലുള്ള ചിൽഡ്രൻസ് പാർക്കും അവിടെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നതും ചെറിയ മോട്ടോർ സ്കൂട്ടറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള കുന്നും മലയും മറ്റും എല്ലാം ഇവിടെ കാണാം. അങ്ങനെ ഇതിൻ്റെ പാർക്കിംഗ് ഈ ഭാഗത്താണ് ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് തികച്ചും സൗജന്യമാണ്. അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ ഉള്ളിലേക്ക് വന്നാൽ മതി. പിന്നെ വന്ന പാടന്നെ ഈ ഒരു സംഭവത്തിൻ്റെ അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി ഒരു ഹോട്ടലുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ്, നല്ല മറ്റേ സ്പൂണും കാര്യങ്ങളൊക്കെ
ടേബിൾ ഓൾറെഡി വെച്ചിട്ടുള്ള VIP സെറ്റപ്പിലുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. മാനേജറെ കാണണമെന്നൊക്കെ ചോദിച്ചൊരു സ്ത്രീ വന്ന്, അതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കയറിയതെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ചിൽഡ്രൻസ് പാർക്ക് ഏരിയ. ഇനി വേറൊരു പാർക്ക് കൂടി ഉണ്ട്, നമ്മളെ മോളാണ് ഇവിടെ കളിക്കുന്നത്. അങ്ങനെ വേറെ കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചെടികളൊക്കെ ഒരുപാട് ഏരിയയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പല കളറിലും ഉള്ള ചെടികൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്.